കഴിഞ്ഞ ദിവസമാണ് കൊല്ലം പള്ളിമുക്കിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വിവാഹ വിരുന്നിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ ഭാഗമായി ആ ഓഡിറ്റോറിയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വധുവരന്മാരുടെ ബന്ധുക്കൾ തമ്മിൽ അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ തമ്മിൽ കടുത്ത വാക്കേറ്റവും തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷവും ഉണ്ടായി. വലിയ രീതിയിലുള്ള സംഘർഷം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തല്ല് തന്നെ ഉണ്ടായി. 5 രൂപയുടെ ഐസ്ക്രീമിന്റെ പേരും പറഞ്ഞായിട്ട് ഈ തല്ലി തുടങ്ങിയത് സ്വാഭാവികമായിട്ടും ഇത് വാർത്തയായി എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ ചാനലുകളും ഒക്കെ വലിയ രീതിയിൽ ഒരു ആഘോഷം എന്നുള്ള രീതിക്കാണ് ഇത് വാർത്ത ആക്കിയതെന്നാണ് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത്തരം ഒരു വാർത്ത പടർന്നതോടെ കേരളത്തിലെ വലിയൊരു ശതമാനം ആളുകളും ഇത് കൊല്ലം ജില്ലയെ ആക്ഷേപിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് എടുത്തത്. അതിന് ഞാൻ അവരെ കുറ്റം പറയില്ല. അതിന്റെ കാരണം സമാനമായിട്ടുള്ള സംഭവങ്ങൾ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ, അച്ചാറിന്റെ പേരിലും ഈ ബീച്ചിലൊക്കെ വെക്കുന്ന കടലല്ലേ അതിന്റെ പേരിലും ഗ്രേവിന്റെ പേരിലൊക്കെ കൊല്ലത്ത് ഇതേപോലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൂടി ആയിരിക്കണം ആളുകൾ ഒരു വല്ലാത്തൊരു അധിക്ഷേപം കൊല്ലം ജില്ലക്കെതിരെ മാത്രമായിട്ട് വലിയ രീതിയിൽ നടത്തുകയുണ്ടായി. സത്യത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പ്രവണതയെ ശുദ്ധ വിവരക്കേട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു സംഭവം ഉണ്ടായി, ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം. നിങ്ങൾ ഓർക്കണേ, ഒരു വിവാഹ വേദിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അത്തരത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിന്റെ പേരിൽ മുൻപ് സമാനമായ സംഭവങ്ങൾ ഉണ്ട് എന്ന ന്യായീകരണത്താൽ ഒരു ജില്ലയെ മൊത്തം ആക്ഷേപിക്കുന്നത് ശുദ്ധ വിവരക്കേട്, ബുദ്ധിയില്ലായ്മ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത്തരം സമാന സംഭവങ്ങൾ കൊല്ലത്ത് മാത്രമാണോ നടക്കുന്നത്? ഇത്തരം സമാന സംഭവങ്ങൾ കൊല്ലത്ത് മാത്രമല്ല നടക്കുന്നത്, കേരളത്തിൽ ഉടനീളം സമാന സംഭവങ്ങളുണ്ട്. അപ്പൊ ആദ്യം എന്താണ് സംഭവിച്ചെന്നുള്ളത്, കൊല്ലത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഭക്ഷണത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു അച്ചടക്ക ഇല്ലായ്മയുടെയും സംസ്കാര ശൂന്യതയുടെയും പ്രശ്നമാണ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന ഈ കല്യാണത്തിൽ എന്താ നടന്നെന്നല്ലോ, ഈ കല്യാണത്തിന്റെ ഭാഗമായിട്ടുള്ള അതായത് ആ മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ രാവിലെ അവസാനിച്ചിരുന്നു. അത് വധുവിന്റെ വീടിന്റെ സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ആ പരിപാടി ആയിരുന്നത്. ആ അവസരത്തിൽ അവിടെ ഭക്ഷണം വിളമ്പിയ, അതായത് വരന്റെ കൂടെ വന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഭക്ഷണം വിളമ്പുമല്ലോ. ആ സമയത്ത് ചെറിയൊരു വാക്കേറ്റം അവിടുത്തെ കാറ്ററിംഗുകാരുമായിട്ട് വരന്റെ കൂടെ വന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. എന്തായിരിക്കും പ്രശ്നം എന്ന് അറിയാം നിങ്ങൾ? ഒന്നെങ്കിൽ ഒരാള് 2 തവണ എന്തെങ്കിലും പ്രത്യേക വിഭവം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതൊരു പ്രത്യേക വിഭവം ആയതുകൊണ്ട് തന്നെ 2 തവണ കൊടുക്കാൻ ചിലപ്പോൾ നിർവാഹം ഉണ്ടായിരിക്കില്ല. അതൊരു പക്ഷെ കാറ്ററിംഗുകാരൻ ഈ ചോദിച്ച ആളോട് പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഈഗോ അടിച്ച് കയറിയിട്ടുണ്ടാവും. അതിനെ തുടർന്ന് അതൊരു വഴക്കിലേക്കോ പിണക്കത്തിലേക്കൊക്കെ എത്തും. പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിലുള്ള ആളുകൾ ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ് എന്നുള്ളത് അവരുമായി താമസിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ഈഗോയിസ്റ്റിക് ആകുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. എന്തായാലും രാവിലെ വധുവിന്റെ വീടിന്റെ സമീപത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇത്തരം ഒരു കശപിശ നടന്നിരുന്നു. കശപിശ എന്ന് പറഞ്ഞുകൂടാ, ഇത്തരം ഒരു അഭിപ്രായ വ്യത്യാസം കാറ്ററിംഗ് ചെയ്യുന്ന ആളുകളുമായിട്ട് വരന്റെ കൂടെ വന്ന ആളുകൾ ചെറിയ രീതിയിലുള്ള വാക്കേറ്റങ്ങളൊക്കെ നിസ്സാര കാര്യത്തിന്റെ പേരിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വൈകിട്ടത്തെ ചടങ്ങിന് വരന്റെ വീട്ടിലേക്ക് വധുവിന്റെ ആളുകൾ പോകുന്ന ഒരു പ്രവണത അവിടെയൊക്കെ അത്തരത്തിലാണെന്ന് തോന്നുന്നു. രാവിലത്തെ അനുഭവം മനസ്സിൽ വെച്ച് വൈരാഗ്യത്തോടെ കാത്തിരുന്ന വരന്റെ സുഹൃത്തുക്കൾക്ക് വൈകുന്നേരം വധുവിന്റെ ആളുകൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇതിനെ ഒരു അവസരമായിട്ട് എടുത്തു. ഇതിന്റെ പകരം വീട്ടിലാണ് ഈ ഐസ്ക്രീം തല്ലിൽ കലാശിച്ചത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഈ കല്യാണ പാർട്ടിയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് പങ്കെടുക്കുന്നത്, അത് വധുവിന്റെ ആവട്ടെ വരന്റെ ആവട്ടെ, ഇവരുടെയൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഈ കല്യാണത്തിന്റെ ഭാഗമാകുന്ന ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശം തന്റെ കൂട്ടുകാരിക്ക്, തന്റെ സുഹൃത്തിന് നല്ലൊരു ജീവിത പങ്കാളിയും ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു വരുന്ന ആളുകളൊന്നല്ല ഇവര്. ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം തന്റെ സുഹൃത്തിന്റെ കല്യാണമാണ്. ഈ കല്യാണം ഒന്ന് അലമ്പാക്കാം, ഒന്ന് രസിക്കാം, അതിന്റെ കൂട്ടത്തിൽ കല്യാണം മുടങ്ങി പോണേ അങ്ങോട്ട് പോയിക്കോട്ടെ, അവൻ അങ്ങനെ വെണ്ണും കെട്ടി സുഖിക്കണ്ട, അല്ലെങ്കിൽ അവൾ അങ്ങനെ കല്യാണം കഴിച്ച് സുഖിക്കണ്ട എന്നുള്ള ചിന്തയ്ക്ക് ആളുകളുടെ ഉള്ളിലുണ്ടാവും. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മംഗളമായ ദിവസങ്ങൾ, ഇത്തരം വേദികളൊക്കെ അവർക്കൊരു അവസരമാണ്. അവർക്കൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ, കല്യാണ ദിനം അലങ്കോലമാക്കുക എന്നുള്ളത്. ഇതൊരു വസ്തുതയാണ്. ഇതിന്റെ ചങ്കാണ്, കറളാണ്, അവൻ അങ്ങനെ ചിന്തിക്കില്ല, അവൾ അങ്ങനെ ചിന്തിക്കില്ല എന്നൊന്നും പറയണ്ട. ആളുകളുടെ ഉള്ളറിയാൻ നമുക്ക് കഴിയില്ല. ഇവരിങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷത്തെ എന്തിനാണ് ഇവർ അലങ്കോലാക്കാൻ നടക്കുന്നത്? ഇവർക്ക് ഇത്തരത്തിലുള്ള വൈകൃതങ്ങളുള്ള ചിന്ത നിങ്ങളോടുണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുമോ? തന്റെ സുഹൃത്തിന്റെ കല്യാണം കുളമാക്കണമെന്ന് ഒരു ആത്മാർത്ഥതയുള്ള സ്നേഹമുള്ള ഒരു സുഹൃത്തെ എങ്ങനെയും ചിന്തിക്കാം? അത് അസാധ്യമാണ്. അപ്പം ഇത്തരം സുഹൃത്തുക്കൾ എന്ന ലേബലിൽ വരുന്ന എംബോക്കികൾക്ക് ഈ കല്യാണ ദിവസം ഏറ്റവും മനോഹരമായി അലമ്പാക്കാനേ അവർ നോക്കുള്ളൂ. അത്തരമൊരു അലമ്പാക്കൽ തന്നെയാണ് ഇവിടെ നടന്നത്. അതിന്റെ ഒരു കാരണമായതാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്.
അല്ലാതെ ഐസ്ക്രീമിന് വേണ്ടി തല്ലും പിടിയും കൂടിയ വിഷയമല്ലത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം കൊല്ലം ജില്ലയെ കളിയാക്കിക്കൊണ്ട് പല വീഡിയോകളും ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ മോശമാണ് കേട്ടോ. അങ്ങനൊന്നും ആരും ചെയ്യരുത്. കൊല്ലം ജില്ലക്കാരും മലയാളികളല്ലേ, നമ്മുടെ സഹോദരന്മാരല്ലേ. അവരെ നാട്ടിൽ നടന്ന ദാരുണമായിട്ടുള്ള ചില തെണ്ടികൾ, ചില എരപ്പാളികൾ കാണിച്ച പരിപാടിക്ക് ആ നാട്ടുകാരെ മൊത്തം കുറ്റം പറയാം. വളരെ മോശമാണ് അതൊക്കെ. നാളെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നമ്മൾ പഴി കേൾക്കേണ്ടി വരുമോ? അത് ശരിയല്ല. അങ്ങനെയൊന്നും ആരും പറയരുത്. നമുക്ക് കളിയാക്കാനാണെങ്കിൽ കൊല്ലംകാരൊക്കെ ഒരു നേരം പോക്കിനൊക്കെ കളിയാക്കാനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കാം. പക്ഷെ നമ്മൾ കളിയാക്കി നമ്മൾ രസിക്കുന്നു, അല്ലെങ്കിൽ കേൾക്കുന്ന മറ്റുള്ള നാട്ടിലുള്ള ആളുകൾ രസിക്കുന്നു എന്നതിനപ്പുറം ഇത് കേൾക്കുന്ന കൊല്ലംകാരുണ്ടാവല്ലേ, അവർക്ക് വേദനിക്കില്ലേ? അതും ചെയ്യാത്ത തെറ്റിന് ഇല്ലാത്ത കാര്യത്തിനൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും എന്തായാലും വേദനിക്കും. അപ്പൊ അത്തരത്തിലൊന്നും ആരും പെരുമാറരുത്. അതിലൊന്നും യാതൊരു കാര്യവും ഇല്ല എന്നും മാത്രമല്ല, ഇതൊക്കെ ശുദ്ധ വിവരക്കേടുമാണ്. ഇനിയിപ്പോ കൊല്ലത്ത് മാത്രമാണോ അതൊക്കെ നടക്കുന്നത്? ഒരിക്കലുമല്ല. കൊല്ലത്ത് മാത്രമല്ല ഇത് നടക്കുന്നത്, ഇത് മലബാറിൽ നടക്കുന്നുണ്ട്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഐസ്ക്രീമിനും ബിരിയാണിക്കൊന്നും അല്ല അടി കൂടിയത്. മലബാറിൽ കല്യാണ ദിവസം അടിയുടെ വക്കത്തേരെ എത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം, നമുക്കറിയാം. മലബാറിലെ കല്യാണത്തിന്, എനിക്ക് തെക്കൻ കേരളത്തിലെ കല്യാണത്തിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. മലബാറിലെ കല്യാണത്തിന്, പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഈ ഏരിയയിലുള്ള ഒരു കല്യാണത്തിന്, മുസ്ലിങ്ങളുടെ കല്യാണത്തിന് പ്രത്യേകിച്ച് വധുവരന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ, അത് വധുവിന്റെ വീട്ടിലേക്ക് വരുന്ന രംഗാവട്ടെ, വധു വരന്റെ വീട്ടിലേക്ക് പോകുന്ന അവസരമാവട്ടെ, ഈ അവസരങ്ങളിലൊക്കെ വിവിധ തരം പ്ലോട്ടുകൾ ഉപയോഗിക്കും. ഇവരല്ല ഉപയോഗിക്കുക, ഇവരുടെ സുഹൃത്തുക്കൾ എന്ന് പറയാം. അത് മിക്കവാറും എന്തായിരിക്കും, ഒന്നെങ്കിൽ ഒട്ടപ്പുറത്ത് കയറുക, അല്ലെങ്കിൽ JCBയിൽ കൊണ്ടുപോവുക. ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ഈ പരിപാടിയൊക്കെ കാണിക്കുന്ന ആളുകളുടെ വിചാരം ഇതൊക്കെ ഭയങ്കര മാസമാണെന്നാണ്. വിവരമില്ല, ബുദ്ധിയില്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഈ കാണിക്കുന്നതൊക്കെ പോക്കത്തരാണെന്നും ഇതൊക്കെ കണ്ട് ആരും ഞാൻ വലിയ മാസമാണെന്ന് വിചാരിക്കില്ല, ഞാനൊരു എരപ്പാളിയാണെന്നേ കരുതുള്ളൂ എന്നുള്ള ബുദ്ധി വേണ്ടേ? ആ ബുദ്ധി ഞാൻ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള പ്രവണത, JCBയിൽ കൊണ്ടുപോകുന്ന, ഒട്ടക്കപ്പുറത്ത് വരുന്ന, ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടിരുന്ന ഇത്തരം തെണ്ടിത്തരങ്ങളൊക്കെ മലബാർ കല്യാണത്തിലെ സർവ്വസാധാരണമാണ്. ഒരു കാലത്ത് ഭയങ്കരമായിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ നാട്ടിലൊരു കല്യാണം കൂടിയിട്ട് വർഷങ്ങളായി. അങ്ങനെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും ഇത്തരം പ്ലോട്ടുകൾ, അതായത് ഒട്ടകപ്പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ JCBയിൽ വധുവരന്മാരെ ആനയിക്കുന്നതൊക്കെ വലിയ രീതിയിൽ സംഘർഷത്തിന്റെ വക്കോളം എത്താറുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കറിയാൻ ഒരു കാര്യം, അതായത് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പങ്കെടുത്തൊരു വിവാഹ സൽക്കാരാണ്. അന്ന് ഈ വധു വരുന്ന സമയത്ത് വധുവിനെ കൊണ്ടുവന്ന് JCBയിലാണ്, JCBന്റെ മുന്നത്തെ ആ ഇതില്ലേ അതിലിരുത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അതിലിരുത്തി കൊണ്ടുവന്ന സമയത്ത് ഈ കുട്ടി കുറച്ച് ധൈര്യശാലിയാണ്. ഈ കുട്ടി അതിൽ നിന്ന് ഇറങ്ങി, ചാടി ഇറങ്ങിയിട്ട് എന്താ ചെയ്തത്? ഈ കുട്ടി ഏത് വാഹനത്തിലാണോ വരന്റെ വീട്ടിലേക്ക് വന്ന്, അതേ വാഹനത്തിൽ തന്നെ തിരിച്ചു കയറി അവളെ വീട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? കല്യാണം നടന്ന, ഈ വിവാഹം നടന്ന അന്ന് തന്നെ വരൻ ഡിവോഴ്സ് ചെയ്തു. കല്യാണവും ഡിവോഴ്സും ഒരേ ദിവസം. കേവലം മണിക്കൂറുകൾ മാത്രം ആയുസുള്ള ഒരു കല്യാണം എന്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ ആ കുട്ടിയെ വളരെയധികം അന്ന് വരന്റെ സ്വന്തക്കാർ വരെ അഭിനന്ദിക്കണ രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. ആ വരൻ പിന്നെ കുറെ കാലം പെണ്ണൊന്നും കെട്ടിട്ടില്ലായിരുന്നു. അതേ ഇപ്പം പെണ്ണ് കിട്ടിയോന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പം അവരായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്തരം ഒരു ചീത്ത പേരുള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പക്വതയില്ലാത്ത ആൾക്ക് പെണ്ണിട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താന്ന് നാട്ടുകാരും കാണാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഇപ്പൊ എല്ലാ കാലവും ഇത് ഇനിയിപ്പോ ഈ ഞാൻ ഈ പറയപ്പെട്ട വരനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരിക്കുന്നവരെ അയാൾക്ക് ഈ ഒരു പേരുണ്ടാവും. അതേ ഞാൻ ചുരുക്കി പറയുന്നത്, ഇത്തരം സംഭവങ്ങളൊക്കെ കൊല്ലം ജില്ലയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല. ഇത് കേരളത്തിൽ ഉടനീളമുണ്ട്. സുഹൃത്തുക്കൾ എന്ന പേരിൽ കുറച്ച് പക്വതയില്ലാത്ത, കുറച്ച് വിവരമില്ലാത്ത കുറെ ആളുകൾ വന്ന് കാണിക്കുന്ന ഈ അലങ്കോല പരിപാടികൾക്ക് എങ്ങനെയാണ് ഒരു നാട് മുഴുവൻ ഉത്തരവാദിത്തം ഏൽക്കുന്നത്? കൊല്ലത്ത് നടന്ന ഈ സംഭവത്തിന്റെ ഈ ഒരു സംഗതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഐസ്ക്രീമോ ബിരിയാണിയോ നെയ്ച്ചോറോ ഒന്നും അല്ല പ്രശ്നമേ. ഇവിടെ അച്ചടക്കമില്ലായ്മ, മാന്യതയില്ലായ്മ, പക്വതയില്ലായ്മ, തങ്ങൾ കാണിക്കുന്നത് മഹാവൃത്തികെട്ട പക്വതയില്ലാത്ത ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വരന്റെയോ വധുവിന്റെയോ സുഹൃത്തുക്കൾ എന്ന പേരിലുള്ള ഈ എംബൂക്കികൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന്, അതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം. അല്ലാതെ നെയ്ച്ചോറും ബിരിയാണി അല്ല ഇവിടുത്തെ പ്രശ്നം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മലബാറിലെ കല്യാണത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ പലരും തമാശയായിട്ട് എടുക്കുക. അത് ലോകിയക്കാരുടെ തമാശയല്ലേ, അത് അങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറയും. എന്ത് തമാശ? ഒരാണിനെ സംബന്ധിച്ചിടത്തോളം, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ, ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഒരു മുഹൂർത്തമാണ് അവന്റെ വിവാഹം എന്നുള്ളത്. അതിന് വന്നിട്ടാണ് ഇമ്മാതിരി ഫാദർ ഇല്ലായ്മ അവരെ കാണിക്കുന്നത്. സുഹൃത്തുക്കൾ എന്ന പേരുള്ള എംബോക്കികൾ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരം, ഫാദർ ഇല്ലായ്മ എന്ന് നമ്മൾ അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും. വധുവരന്മാരാവട്ടെ, അവരുടെ ബന്ധുക്കളാവട്ടെ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത്തരം ആളുകൾ വധുവിന്റെയോ വരന്റെയോ സുഹൃത്തുക്കളെ ആവില്ല. യഥാർത്ഥത്തിൽ അവരുടെ ശത്രുക്കളാണ് ഇവര്.
നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളെ ശത്രു പോലും നിങ്ങളെ വിവാഹ ദിവസം നിങ്ങളോട് ഇങ്ങനെ പെരുമാറോ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സ്ഥാനത്ത് സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ കാണിക്കുന്നത്, ഇത്തരത്തിൽ അലമ്പ് കാണിക്കുന്നത്? അപ്പൊ ശത്രുവാണോ നല്ലവൻ, സുഹൃത്ത് എന്ന് ഒപ്പം കൂടിയ സുഹൃത്താണെന്ന് പറഞ്ഞ ഒപ്പം കൂടിയ ഈ എംബോക്കിയാണോ നല്ലവൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്തരം പക്വതയില്ലാത്ത ബോധമില്ലാത്ത ആളുകൾക്കൊന്നും വിവാഹവേളകളിൽ യാതൊരു അവസരവും നൽകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവസരം നൽകരുത് എന്ന് പറഞ്ഞാൽ ഇവരൊന്നും വിവാഹത്തിന് വിളിക്കരുത്, പച്ചക്ക് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്തിനാണ് ഇത്തരം ആളുകളൊക്കെ വിവാഹത്തിന് വിളിച്ചു കൂട്ടി വെറുതെ നമ്മുടെ മാന്യത അടയാൻ നിൽക്കുന്നത്? ഇനി രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. രക്ഷിതാക്കളുടെ കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ മകനാവട്ടെ മകളാവട്ടെ, അവർ കല്യാണം കഴിക്കുന്ന അവന്റെ പങ്കാളി വീട്ടിലേക്ക് വരുന്ന സമയത്ത് കൂടെ ഇത്തരം കൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കയറി വരുന്ന മരുമകൻ അല്ലെങ്കിൽ മരുമകൾ പക്വതയില്ലാത്ത, യാതൊരു ബോധവുമില്ലാത്ത, ജീവിതത്തെ കുറിച്ച് യാതൊരു ഗൗരവമായ വീക്ഷണവുമില്ലാത്ത ഒരു മരക്കഴുത നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നേ. അത് വധു ആവട്ടെ വരനാവട്ടെ, അവന്റെ കൂടെ വരുന്ന ആളുകൾ ഇത്തരം പോക്കിരിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ സമയം അത് മനസ്സിലാക്കണം. ഒരു ഫസ്റ്റ് നൈറ്റിനുള്ള അവസരം പോലും നൽകരുത്, ഉടനെ പിരിച്ചേക്കണത്, ഇടപാട് തീർത്ത് വിട്ടോണം. നിങ്ങളുടെ ജീവിതം കുളംതോണ്ട് ഇത്ര ആളുകൾ. ഇത്തരം ആളുകൾക്കൊന്നും പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുതെന്നേ. ഇവർക്കൊന്നും പെണ്ണ് കെട്ടാനുള്ള അർഹതയില്ല, ആണ് കെട്ടാനുള്ള അർഹതയില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ദിവസം അത് തമാശക്ക് ഉപയോഗിക്കുക. അപ്പൊ ഇവന്റെ ജീവിതത്തിനോടുള്ള ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കുക. ഇവനാണ് നിങ്ങൾ മകളെ പിടിച്ചു കൊടുക്കുന്നത്. വലിയ റിസ്ക് അല്ലേ ഇത്? അതുകൊണ്ട് ഇത്തരം സുഹൃത്തുക്കളുള്ള മരുമക്കളാണ് വരുന്നതെങ്കിൽ ഉടനെ തന്നെ ഒരു ഫസ്റ്റ് നൈറ്റിനുള്ള അവസരം പോലും കൊടുക്കരുത്. വിവാഹത്തിന് ഉയർന്ന പന്തലിൽ തന്നെ പറ്റിയ ഡൈവോഴ്സും ചെയ്യണം. അത്തരം കർശനമായിട്ടുള്ള തീരുമാനങ്ങൾ രക്ഷിതാക്കൾ എടുക്കാൻ തയ്യാറാവണം. പക്വതയില്ലാത്തവനെ, ജീവിതത്തോട് ഗൗരവമായ വീക്ഷണം ഇല്ലാത്തവനൊന്നും പെണ്ണ് കെട്ടണ്ടാന്നേ. ഇവനൊക്കെ എന്തിനാ പെണ്ണ് കിട്ടുന്നത്? സ്വന്തം സുഹൃത്തുക്കളെ അച്ചടക്കത്തോടെ നിർത്താൻ കഴിയാത്തവൻ, നിയന്ത്രണത്തിലാക്കാൻ കഴിയാത്തവൻ, അവനൊരു മൊണ്ണയാണ്. അവനെ ആണെന്ന് പോലും പറയാൻ പറ്റില്ല. മൊണ്ണ, തനി മൊണ്ണേശ്വരൻ. ഇങ്ങനെയുള്ള മൊണ്ണേശ്വരന്മാരുടെ കയ്യിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പിടിച്ചേൽപ്പിക്കരുത്. വളരെയധികം സൂക്ഷിക്കണം. എന്റെ അഭിപ്രായത്തിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് തരുന്നൊരു അവസരമാണിത്. ഇത്തരം വിവാഹ വേദികളിൽ ഇത്തരം ടീമുകളായിട്ട് വരുമ്പോൾ അപ്പൊ തന്നെ മനസ്സിലാക്കുക, കയറി വരുന്നവൻ ഒരു മൊണ്ണയാണെന്ന്. ഇത്തരം മൊണ്ണകളൊക്കെ നിങ്ങൾ അകറ്റി നിർത്തണം. നിങ്ങൾ വളരെ ഓമനിച്ച് കാത്തു സൂക്ഷിച്ച നിങ്ങളുടെ മകളെ ഈ മൊണ്ണക്കാണോ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് എന്ന് മാത്രമല്ല, ഇത്തരം മൊണ്ണകൾക്ക് നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. ഇന്ന് അവന്റെ കല്യാണ ദിവസം അവന്റെ ഭാര്യ വീട്ടിൽ വന്ന് തമാശ കാണിച്ചു, നാളെ ഇവനും ഭാര്യ മാത്രമുള്ളപ്പോൾ ഇപ്പം വേറെ എന്തെങ്കിലും തമാശ കാണിക്കൂലേ? കാണിക്കും. ജീവിതത്തോട് ഗൗരവമില്ലല്ലോ, അപ്പൊ പിന്നെ ഇതൊക്കെ കാണിക്കൂലേ? അതുപോലെ തന്നെ വിവാഹത്തിന് ക്ഷണിക്കുന്ന ആളുകളുടെ എണ്ണം, മാതാപിതാക്കളോടാണ് പറയുന്നത്, വിവാഹത്തിന് ക്ഷണിക്കുന്ന ആളുകളുടെ എണ്ണം പരമാവധി പരിമിതിപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് നാട്ടിലുള്ള എല്ലാവരും വിളിച്ച് വിവാഹം നിങ്ങളെ പോലീസ് അറിയിക്കാനോ? നിങ്ങളെ പോലീസ് അറിഞ്ഞിട്ട് ഇവിടെ എന്താക്കാനാണ്? വിവാഹം കൂടിപ്പോയ 50 പേര്, അടുത്ത ബന്ധുക്കളും അയൽവാസികളും മതി, ഇത്ര മതി. മകളുടെ ആവട്ടെ മകന്റെ ആവട്ടെ, വിവാഹം എന്ന് പറയുന്നത് നിങ്ങളെ പോലീസ് നാട്ടുകാരെ കാണിക്കാനുള്ള അവസരമായിട്ട് നിങ്ങൾ കാണരുത്. അത് വളരെ ലളിതമായി നടത്തേണ്ട ഒരു ചടങ്ങാണ്. നിങ്ങൾ ലളിതമായിട്ട് നടത്തുന്നേ. ഇത്തരം പട്ടി ഷോ ഒക്കെ മാതാപിതാക്കളും അവസാനിപ്പിക്കണം. നമ്മൾ വധുവരന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നവരാ. ഒരു ഗ്രാൻഡ് റിസപ്ഷൻ നടത്തി നാട്ടുകാരെ മുഴുവൻ എന്റെ പോലീസ് നാളുകളെ അറിയട്ടെ എന്നും പറഞ്ഞ് കാണിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നവരാ മാതാപിതാക്കള്. അവരും പിന്മാറണം. ഇത്തരം പരിപാടിയിൽ നിന്നൊക്കെ പിന്മാറണം. ഏറ്റവും മിനിമം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാവണം നിങ്ങളുടെ മകന്റെയോ മകളുടെയോ ഒക്കെ വിവാഹ ചടങ്ങുകൾ, വിവാഹ സൽക്കാര ചടങ്ങുകളൊക്കെ നടത്തേണ്ടത്. അത് നിങ്ങളെ പോലീസ കാണിക്കാനുള്ള അവസരമായിട്ട് നിങ്ങൾ അതിനെ കാണരുത്. വിവാഹ വേദികളിൽ വന്ന് ഇത്തരം അലമ്പ് കാണിക്കുന്നവൻ നിങ്ങളുടെ സുഹൃത്തല്ല. അവൻ നിങ്ങളെ ദാമ്പത്യ ജീവിതം തകർക്കാൻ വന്നവനാണെന്നുള്ള ബോധം വധൂവരന്മാർക്ക് വേണം. ഇനിയും ഇത്തരം അലങ്കോലങ്ങൾക്ക് ഇത്തരം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു വരുന്ന ഈ എംബോക്കികൾക്ക് അവസരങ്ങൾ കൊടുത്താൽ ഒരു പക്ഷേ ഈ വധൂവരന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നായി മാറും അത്. സുഹൃത്തുക്കൾ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ചില ബന്ധുക്കളുണ്ടെന്നേ. ചില ബന്ധുക്കളുണ്ട് ഈ വിവാഹ വേദിയിൽ വന്നിട്ട് വെറുതെ അമ്മാവൻ കളിക്കുന്ന കുറെ എണ്ണയുണ്ട്. വിവാഹത്തിന് വന്ന ആ ചടങ്ങിൽ പങ്കെടുത്ത് തന്റെ കാർമ്മികത്വം കഴിച്ച് ആഹാരമൊക്കെ കഴിച്ച് പോണേക്ക് പോയിക്കൂടെ? ഇതായിരിക്കൂലെ? അത് അവിടെ ഇവിടെയും വരുന്ന ആളെ വന്നിക്കും. കുറെ എണ്ണുണ്ടെന്ന് ഇങ്ങനെ. സുഹൃത്തുക്കൾ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ബന്ധുക്കളിലുണ്ട് ഇത്തരം ആളുകളെ. അത് ചെറുപ്പക്കാരില്ല, തല മൂത്ത കുറെ എണ്ണുണ്ട്. ഇത്തരം ആളുകളൊക്കെ കണ്ടറിഞ്ഞ് മാറ്റി നിർത്തണം. ഇവരൊന്നും വിവാഹത്തിന് വരണ്ടാന്നേ. ഈ വിവാഹം കൊളാക്കാനല്ലാതെ ഇവരെ കൊണ്ടൊന്നും ഇത് നന്നായി നടത്താൻ ഇവർക്ക് ആഗ്രഹവും ഉണ്ടാവില്ല, അവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരം ആളുകളൊക്കെ മാറ്റി നിർത്താനുള്ള ഒരു ധൈര്യം, ഒരു ചങ്കൂറ്റം നമ്മളും കാണിക്കണം. വിവാഹം എന്നത് ഒരു കുട്ടിക്കളിയൊന്നല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്.
ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, പ്രായപൂർത്തിയായ ഒരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവന്റെ വിവാഹത്തോടെ ആരംഭിക്കുകയാണ്. അത്രയേറെ ഗൗരവമുള്ള ഒരു കാര്യമാണത്. അതിനിടക്കാണ് ഇത്തരം ഓരോ കോപ്രായങ്ങൾ. ഇന്നൊന്ന് ആലോചിച്ച്. അതുകൊണ്ട് തന്നെ ഇത്തരം കോപ്രായങ്ങളെ കാട്ടുന്ന എംബോക്കികളെ, അത് സുഹൃത്താവട്ടെ ബന്ധുവാവട്ടെ, ഇവനൊക്കെ വീടിന്റെ 7 അയലത്ത് പോലും അടുപ്പിക്കരുത്. അത്തരത്തിലെ ഇത്തരം ദാരുണമായ സംഭവങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കുള്ളൂ. ഇക്കാര്യത്തിലൊന്നും ഒരു കരുണയും ഒരു ബന്ധുവിനോടും, അലമ്പനായ ഒരു ബന്ധുവിനോടും സുഹൃത്തിനോടും നമ്മൾ കാണിക്കേണ്ടതില്ല. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മുടെ അഭിമാനം രക്ഷിക്കേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സുഹൃത്ത് എന്ന പേരിലും ബന്ധു എന്ന പേരിലും വിവാഹവേദിയിൽ വന്ന് അലമ്പുണ്ടാക്കുന്നവന് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ: ഈ വിവാഹം മുടക്കുക, നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കി തരിക. അതിനല്ലാതെ ഇവനെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. ഇപ്പൊ കൊല്ലത്ത് നടന്ന ഈ സംഭവത്തിനെ നോക്ക്. ആ വധുവരന്മാർ ഇതിൽ എന്ത് വെച്ചു? അല്ലെങ്കിൽ ആ 2 കുടുംബങ്ങൾ ഇതിൽ എന്ത് വെച്ചു? ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിട്ടുള്ള കുറച്ച് പരമനാറികളല്ലേ ഈ കേരളം മൊത്തം ഈ വിവാഹം വാർത്താക്കിയത്. നിങ്ങളൊന്ന് ആലോചിക്ക്. അപ്പൊ ഇത്തരം പരമനാറികളൊക്കെ അകറ്റി നിർത്തണമെന്നേ. ഇവനൊന്നും 7 അയലത്ത് കടുപ്പിക്കരുത്. അത്തരം കടുത്ത തീരുമാനങ്ങൾ യാതൊരു മടിയും കൂടാതെ രക്ഷിതാക്കളും വധുവരന്മാരും ഒക്കെ എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം. അങ്ങനെ നമുക്ക് ഇതിനൊക്കെ മാറ്റി നിർത്താൻ സാധിക്കുള്ളൂ. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തന്നെ വളരെ വിനീതമായി എത്തുന്നു. മറ്റു വീഡിയോ ഒട്ടും വയ്യാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ കാലത്തേക്ക് ഇവിടെ പറയുന്നു.